സംസ്ഥാന ഫിഷറീസ് വകുപ്പിന്റെ ജനകീയ മത്സ്യകൃഷി പദ്ധതി ഏറ്റെടുത്ത് അജാനൂർ മാട്ടുമ്മലിലെ യുവാക്കൾ. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചുകൊണ്ട് കൃഷി ഉദ്ഘാടനം ചെയ്തു. This news sponsored by Forever for everyone. Shobhika Weddings, Big Mall, Kanjangad, Kozhikode, Koilandi and Kutyadi. സംസ്ഥാന ഫിഷറീസ് വകുപ്പിന്റെ 2023-24 വർഷത്തെ ജനകീയ മത്സ്യകൃഷി പദ്ധതിയുടെ സഹായവും സഹകരണവും പ്രയോജനപ്പെടുത്തിയാണ് അജാനൂർ ഗ്രാമപഞ്ചായത്തിലെ മാട്ടുമൽ നിവാസികളായ ഒരു കൂട്ടം യുവാക്കൾ മത്സ്യകൃഷി ആരംഭിച്ചിരിക്കുന്നത്. നാട്ടിലൂടെ ഒഴുകുന്ന ചിത്താരിപ്പുഴയിൽ അനുയോജ്യവും സൗകര്യപ്രദവുമായ ഇടം കണ്ടെത്തിയാണ് രഞ്ജിത്ത് മാട്ടുമ്മലിന്റെ നേതൃത്വത്തിലുള്ള ടീം ഏറുമാടം എന്ന കൂട്ടായ്മയുടെ ഈ പുതിയ ഉദ്യമം. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ച് കൃഷി ഉദ്ഘാടനം ചെയ്തു. ഫോൺ കയ്യിലുണ്ടോ? നമ്മുടെ നാട്ടിൽ നമുക്ക് ആവശ്യമായ എല്ലാ വിഭവങ്ങളും നമ്മൾ തന്നെ ഉണ്ടാക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് എല്ലാ രംഗത്തും സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന കാഴ്ചപ്പാടാണ് കേരളത്തിലെ സർക്കാരും മുന്നോട്ട് വെക്കുന്നത്. ആ കാഴ്ചപ്പാടിൻ്റെ ഭാഗമായി കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കാർഷിക രംഗത്ത്, അതുപോലെ ഉൽപ്പാദന രംഗത്ത്, മത്സ്യ വളർത്തലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, അതുപോലെ കോഴി വളർത്തൽ, ആട് വളർത്തൽ, അങ്ങനെ വിവിധ മേഖലകളിൽ നമ്മുടെ ഉൽപ്പാദനവും ഉൽപ്പാദനക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വൈവിധ്യപൂർണ്ണമായ പ്രവർത്തനങ്ങൾക്കാണ് സർക്കാർ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലൂടെ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളിൽ നിന്ന് നല്ല പിന്തുണയും സഹായവും സഹകരണവും ഇതിൻ്റെ ഭാഗമായി ലഭിക്കുന്നുമുണ്ട്. അവരെല്ലാം പുതിയ സംരംഭകരായി കടന്നു വരുന്ന ആവേശകരമായിട്ടുള്ള അനുഭവമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വാർഡ് മെമ്പർ ഷിജു മാസ്റ്റർ, രവി കുളവയൽ, രഞ്ജിത്ത് മാട്ടുമ്മൽ, പ്രിയദാസ് പടന്ന, കോർഡിനേറ്റർ കെ ശരണ്യ എന്നിവർ സംസാരിച്ചു. കാഞ്ഞങ്ങാട് മത്സ്യഭവനിലെ ഫിഷറീസ് ഓഫീസർ ടി എ അബ്ദുള്ള കുഞ്ഞി സ്വാഗതവും ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ കെ എസ് ടെസ്സി നന്ദിയും പറഞ്ഞു. കാളാഞ്ചി മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് കൃഷിക്കായി പുഴയിൽ നിക്ഷേപിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.